സർ, ഇപ്പൊ നമ്മുടെ ജയിലുകളെ കുറിച്ച് പൊതുവെ കേൾക്കുന്ന അഴിമതി ആരോപണങ്ങൾ, ഒരുപാട് അഴിമതി ആരോപണമാണ് ജയിലിനെ സംബന്ധിച്ച്, പരോൾ നൽകുന്നതിനെ സംബന്ധിച്ച്. അതിന് ഇപ്പൊ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ജയിലിലെ DIG ആയിരുന്ന വിനോദ് കുമാർ എന്ന ഓഫീസർ കൊടും ക്രിമിനലുകള് പിന്നെ അവരുടെ ജയിൽവാസത്തിനിടയിൽ പരോൾ, ഇപ്പം CPM-ലെ ഈ പറയുന്ന കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനല് TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുന്ന ആളാണ് ഈ കൊടിസുനി. അയാൾക്കൊക്കെ പരോൾ അനുഭവിച്ച വിഷയം. ഇപ്പോ അവസാനം ഈ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ മുൻ DIG അജയ് കുമാർ ഒരു കടുത്ത ആരോപണവുമായി ഇപ്പോ വന്നിട്ടുണ്ട്. അത് DGP, ജയിലിന്റെ തന്നെ DGP ആയ ബൽറാം കുമാർ ഉപാധ്യായെ കുറിച്ചാണ്. സർ, എന്താണ് ഈ DIG, മുൻ റിട്ടയർഡ് DIG അജയ് കുമാറിന്റെ വെളിപ്പെടുത്തൽ, ഈ വിനോദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ എന്താണ് സർ, ഒന്ന് പറയാമോ? ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ജയിലുകളിൽ നടക്കുന്ന വൻ അഴിമതിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അല്ലെ വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ജയിൽ DIG സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്ത P അജയകുമാർ എന്ന വ്യക്തിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ ജയിൽ DIG ആയ MK വിനോദ് കുമാറിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ക്യാഷും അതുപോലെ അദ്ദേഹത്തിന് മറ്റു തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടെന്നുള്ള അതിന്റെ തെളിവുകളുമൊക്കെ സർക്കാരിന് ലഭിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മുൻ DIG അജയകുമാർ ഇന്ന് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ജയിലിന്റെ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടിരിക്കുന്ന ബൽറാം കുമാർ ഉപാധ്യായ IPS, അദ്ദേഹം ഈ അഴിമതിയിലെല്ലാം പങ്കുപറ്റിയിരുന്നു എന്നാണ് മുൻ DIG P അജയകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മറ്റത് പോലീസിൽ നിന്നാണ് വരുന്നത്. DGP എപ്പോഴും ജയിലുകളുടെ ചുമതല അല്ലെ തലവനായിട്ടിരിക്കുന്നത് DGP റാങ്കിലുള്ള ഒരു IPS ഓഫീസറാണ്, പോലീസിലാണ്. അപ്പോൾ ജയിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥനാണ്, ജയിൽ വകുപ്പിൽ തന്നെ സർവീസിൽ കയറിയ ആളാണ് ഈ DIG വരെ പ്രൊമോഷൻ കിട്ടുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ജയിലിനുള്ളിലെ ഉദ്യോഗസ്ഥന്മാരും, അതായത് ജയിലിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, ജയിലിന്റെ ഉദ്യോഗസ്ഥന്മാരും പോലീസിലെ ഉദ്യോഗസ്ഥന്മാരും രണ്ടു കൂട്ടരും ഒരുപോലെ അഴിമതിയിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് എന്നാണ്. അതായത് തിരുത്തലാണ് അവിടെ. ആ തിരുത്തലിന് പകരം വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലെ ജയിലുകളിൽ. ഈ ഒരു അവസരത്തിൽ ഞാൻ ആലോചിക്കുന്നത്, മുൻ ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം ഈ ഒരുപാട് ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ നടത്തി പലപ്പോഴും അദ്ദേഹം പറയുന്നത് ചിലർക്കൊക്കെ വിയോജിപ്പുണ്ടാവാം. ഈ പലപ്പോഴും ഈ അത്ഭുതങ്ങളുടെയൊക്കെ പുറകെ പോയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളിയെ ഒരുപാട് പേര് പുച്ഛിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ജയിൽ DGP ആയിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞു, കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന 50% ആൾക്കാർ മാത്രമേ കുറ്റവാളികളുള്ളൂ. പകുതി ആൾക്കാർ നിരപരാധികളാണ് ശരാശരി. അപ്പൊ അവരെങ്ങനെ ഈ ജയിലിൽ എത്തപ്പെട്ടു? അതിനും അദ്ദേഹം മറുപടി പറഞ്ഞു. അത് പല കാരണങ്ങളാല്. ഒന്ന്, അവർക്ക് അതിൽ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് സാമ്പത്തിക ശേഷിയില്ല. കാരണം അവർക്ക് അവരുടെ കേസ് പ്രോപ്പറായിട്ട് കോടതിയിൽ വാദിക്കാൻ അവർക്ക് പിന്നെ യുക്തമായിട്ടുള്ള ഒരു പാണ്ഡിത്യമുള്ള വക്കീലന്മാരെ അവർക്ക് ലഭിക്കണമെങ്കിൽ അവർക്ക് പൈസ മുടക്കണം. അങ്ങനെ പൈസ മുടക്കാൻ അവരുടെ കയ്യിലില്ല. അത് കാരണം അവര് കേസ് വാദിക്കാതെ അവർക്കെതിരെ വിധി പ്രഖ്യാപിക്കപ്പെടും. വേണ്ട രീതിയിൽ അവരുടെ ഭാഗത്ത് ന്യായീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മറ്റു ചിലർക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മൂലം അന്വേഷണത്തെ സ്വാധീനിച്ചും അങ്ങനൊക്കെ ചില നിരപരാധികൾ അപരാധികളാക്കിപ്പെട്ട് ജയിലിൽ ചെന്ന് അവരവസാനിക്കും. അങ്ങനെ നമ്മുടെ സങ്കല്പത്തിൽ ജയിലിൽ കിടക്കുന്നവർ കുറ്റവാളികളാണെന്ന് നമ്മൾ പറയുമെങ്കിലും
ജയിലിന്റെ പരമാധികാരിയായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്, ഇതിനുള്ളിൽ കിടക്കുന്ന പലരും യഥാർത്ഥത്തിൽ നിരപരാധികളാണ്, യഥാർത്ഥ കുറ്റവാളികൾ ഒരുപാട് പേര് പുറത്ത് നടപ്പുണ്ട്. അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അലക്സാണ്ടർ ജേക്കബ് നടത്തിയിരുന്നു. അതിനോട് കൂട്ടിച്ചേർത്ത് ഞാനിത് വായിക്കുമ്പോൾ എന്താ കേരളത്തിലെ ജയിലുകളിൽ നടക്കുന്നത്? ഈ കൊടും കുറ്റവാളികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ അനുമതി. അവര് ജയിലിൽ ഇരുന്നുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് പ്ലാൻ ചെയ്യുന്നു, അല്ലെ സ്വർണം എന്താണ് അതിന് പറയുന്ന പേരുണ്ടല്ലോ, പൊട്ടിക്കൽ. അതായത് കള്ളക്കടത്തുകാർ കൊണ്ടുപോകുന്ന സ്വർണം അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്ന പൊട്ടിക്കൽ എന്ന് പറയുന്ന സംഭവങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ഇതിനൊക്കെ തന്നെ രാഷ്ട്രീയ ബന്ധമുണ്ട്. അതാണ് ഇപ്പൊ ഈ പിന്നെ എന്നോട് ആദ്യം അയ്യപ്പദാസ് ചോദിച്ചല്ലോ, ഈ ജയിൽ ഇപ്പോഴത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ജയിൽ DIG വിനോദ് കുമാർ CPM-ന്റെ സ്വന്തം ആൾക്കാരും ജയിലിൽ കിടക്കുന്ന TP ചന്ദ്രശേഖരൻ വധത്തിലെ മുഖ്യ പ്രതികളും TK രജീഷിനെതിരെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ അവരുടെ ഇഷ്ടാനുസരണം ജയിലിൽ കള്ളിന് കള്ള്, പെണ്ണിന് പെണ്ണ്, കഞ്ചാവിന് കഞ്ചാവ്, ഇതെല്ലാം ഉപയോഗിച്ച് അവർ ജയിലിൽ കിടക്കുന്നതായിട്ട് ആക്ഷേപങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ടും കള്ളമാണ് എന്ന് തെളിയിക്കപ്പെട്ടില്ല. കാരണം ഈ പലപ്പോഴും ജയിലുകളിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാറുണ്ട്, പലപ്പോഴും പല ജയിലുകളിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുക്കാറുണ്ട്. അനധികൃതമായിട്ട് തടവുകാർ കൈവശം വെക്കാൻ പാടില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ പിടിച്ചെടുക്കുന്നു. ഇതൊക്കെ തന്നെ പലപ്പോഴും ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി മാത്രമാണ്. അങ്ങനെ ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് അവർക്ക് പണം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ജയിലിന്റെ ഏറ്റവും വലിയ, അതായത് ജയിൽ സർവീസിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായ വിനോദ് കുമാർ സസ്പെൻഷനിലായത്. അദ്ദേഹത്തിന് മുകളിലിരിക്കുന്ന പോലീസിൽ നിന്ന് വരുന്ന ബൽറാം കുമാർ ഉപാധ്യായ, അതൊരു IPS ഉദ്യോഗസ്ഥനാണ്, നോക്കണം. അദ്ദേഹത്തിനുമെതിരെ ആരോപണം വരിക. ഞാൻ ഈ അടുത്ത കാലത്ത് പിണറായി സർക്കാരിന്റെ കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, പഴയ കാലത്തൊക്കെ നമ്മൾ അഴിമതി ആരോപണം കേൾക്കുന്ന ഈ ഹെഡ് കോൺസ്റ്റബിൾ, റൈറ്റർ, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ്. പലപ്പോഴും IPS ഉദ്യോഗസ്ഥന്മാര് ചിലപ്പോൾ അധികാര ദുർവിനിയോഗം നടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, പിന്നെ ഈ പാലാക്കാരനായിട്ടുള്ള ഒരു വലിയ പ്രമാണിയുടെ ഒരു IPS ഉദ്യോഗസ്ഥന്റെ, അത് യഥാർത്ഥത്തിൽ കേരള പോലീസിന്റെ IG ആയിട്ടിരുന്ന ഒരു വ്യക്തിയെ തന്നെ പിന്നെ ഉദ്ദേശിച്ചാണ്. അപ്പം ആ വ്യക്തി അധികാര ദുർവിനിയോഗം നടത്തുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പിതാവ്, അവര് പോലീസിലുള്ള ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം അവര് ആലപ്പുഴയിൽ നിന്നും കായംകുളത്തേക്ക് ഒരു അംബാസഡർ കാറിൽ വരുമ്പോൾ ഈ മേൽപ്പറഞ്ഞ IG ആണ്, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, ഒരു IG അദ്ദേഹത്തിന്റെ കാറിൽ പുറകെ വരുന്നു. പക്ഷെ അദ്ദേഹം പോലീസ് വാഹനത്തിലല്ല, സ്വന്തം കാറിലാണ്. അപ്പൊ ഈ IG ഹോൺ അടിച്ചു, ഇവര് സൈഡ് കൊടുത്തു, പക്ഷെ IG-ക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് പുത്തൻ കാറാണ്, IG-യുടെ പഴയ കാറാണ്. IG എത്ര ചവിട്ടിയിട്ടും IG-യുടെ കാറ് കയറുന്നില്ല. അങ്ങനെ ഇയാളുടെ കുറെ ദൂരം പുറകിലാണെങ്കിലും അയാൾ ഹോൺ അടിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോ ഇവർ കാറ് നിർത്തിയപ്പോൾ ഉടനെ തന്നെ ചാടി ഇദ്ദേഹത്തിന്റെ പിതാവിനെ അടിക്കാനായിട്ട്. അപ്പൊ അദ്ദേഹം പോയി, അദ്ദേഹത്തിന്റെ നിരവധി ഓഫീസർമാരുള്ള ഒരു കുടുംബമായതുകൊണ്ട് അദ്ദേഹം ചെറുത്ത് നിന്നു. അദ്ദേഹം പറഞ്ഞു, താൻ എന്നെ അടിച്ചിട്ട് അങ്ങനെ പോവില്ല എന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷം അദ്ദേഹം ആളാണെന്ന് പരസ്പരം പരിചയപ്പെട്ടപ്പോൾ കൈ കൊടുത്ത് പിരിഞ്ഞു എന്ന് പറഞ്ഞു. അതായത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലോ അത് അധികാര ദുർവിനിയോഗം. പണ്ടും IPS-കാർ അധികാര ദുർവിനിയോഗം നടത്തി ഒരുപാട് ആക്ഷേപങ്ങൾ, ജയറാം പടിക്കൽ, TV മധുസൂദനൻ, അവർക്കൊക്കെ നേരെ അങ്ങനത്തെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ കൈക്കൂലി ആരോപണം വന്നിട്ടില്ല. അപ്പം എത്ര ക്രൂരതകൾ ചെയ്ത ജയറാം പടിക്കൽ കൈക്കൂലി വാങ്ങിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. TV മധുസൂദന്റെ നേർക്കും ഇല്ല സാർ, അങ്ങനെ ഇല്ല. ഈ മധുസൂദനോ ജയറാം പടിക്കലോ അല്ലെങ്കിൽ അന്നിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ചാലി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ഈ അധികാരത്തിന്റെ ഗർവ് കാണിക്കുന്നവരായിരുന്നു. പക്ഷെ അവരൊന്നും തന്നെ അഴിമതിയുടെ കറ പുരണ്ടവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അതല്ല പ്രശ്നം. അവര് ഒരേ സമയം അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ പക്ഷപാതവും അഴിമതിയും. അപ്പം ഈ അഴിമതിയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പം.
അപ്പൊ യഥാ രാജാ തഥാ പ്രജ എന്നാണ്. അതായത് രാജാവ് എങ്ങനെയാണോ താഴെയുള്ള പ്രജകൾ അങ്ങനെ ആയിരിക്കും. ഇവിടെ കേരളത്തിലെ ഈ ആരോപണമൊക്കെ വരുമ്പോ ആ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല. തീർച്ചയായിട്ടും. ആരോപണം ഇപ്പം ഞാനൊരു സ്ഥാപനത്തിന്റെ മേധാവിയാണ്. എനിക്ക് എൻ്റെ താഴെയുള്ളവരെല്ലാം അഴിമതി നടത്തുകയും എൻ്റെ സ്ഥാപനം താറുമാറായി കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ കഴിവുകെട്ട ആളാണ്. അതായത് എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ അവർക്ക് നിയമം അനുസരിച്ച് ജോലി ചെയ്യാൻ അവരെ നിർബന്ധിതനാക്കാനുള്ള ശേഷി എനിക്കില്ല. അപ്പൊ ഞാൻ നിശബ്ദനായിട്ട് ഒരു പാവയെ പോലെ നോക്കുകുത്തിയായിട്ട് അവിടെ ഇരിക്കുന്നു. ഇനി മറ്റൊരു ഒരു ഒരു കാരണം, ഞാൻ തന്നെ അഴിമതിക്കാരനാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയാണെങ്കിലും, അങ്ങനെയെങ്കിൽ ഞാൻ കാണിക്കുന്ന പ്രവൃത്തി അനുകരിച്ച് എൻ്റെ കീഴുദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ശരിയല്ല, എല്ലാവരും സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നു, പല പല റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ ഇതേ അഴിമതി കാണിക്കും. കേരളത്തില് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം പോലീസിൽ ഇത്രയധികം, അത് നമുക്കറിയാം, കുറച്ചു നാളിന് മുമ്പ് DGP ആയിരുന്ന ADGP അജിത് കുമാറിന് നേരെ ആരോപണം വരുന്നു, ടോമിൻ തച്ചങ്കരിക്ക് നേരെ ആരോപണം വരുന്നു. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം ഇത് വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ആഭ്യന്തര വകുപ്പിനെ, ജയിൽ വകുപ്പിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തുകയും ഇഴകീറി പരിശോധിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷം പോലും കേരളത്തിൽ ഇതൊന്നും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള സംഭവങ്ങളായിട്ട് അവർ പറയുന്നുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു സമഗ്രതയിൽ ഒരു ചിത്രം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും അതിൻ്റെ നയപരമായ വീഴ്ചകളും അതിൻ്റെ പോലീസ് എന്ന ഒരു വകുപ്പിൻ്റെ പല തലങ്ങളിലുമുള്ള ആ വകുപ്പിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനും പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ, അതായത് ഇനി ഈ താഴെയുള്ള ഉദ്യോഗസ്ഥൻ മേളിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്, പത്രസമ്മേളനം നടത്തുക, ഇതൊക്കെ കേട്ടുകേഴ്വില്ലാത്ത കാര്യങ്ങൾ. പണ്ട് PV അൻവറിന്റെ ഒരു വിഷയം വന്നപ്പോൾ മലപ്പുറത്തെ SP ക്കെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചു. ഇതൊക്കെ ഈ കേരളത്തിലാണ് സംഭവിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാര്, താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര്, ജൂനിയർ ഉദ്യോഗസ്ഥന്മാര് സീനിയർമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, ചീഫ് സെക്രട്ടറിക്കെതിരെ താഴെയുള്ള അതിനേക്കാൾ സർവീസ് കുറവുള്ള ഒരു ഉദ്യോഗസ്ഥൻ കടുത്ത ആരോപണം ഉന്നയിക്കുന്നു, കോടതിയിൽ പോകുന്നു, ഉദ്യോഗസ്ഥന്മാർ പരസ്പരം നടത്തുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓഫീസിലെ സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുവാണെങ്കിൽ സർക്കാർ സർവീസ് വേണ്ട ഒരു സ്വകാര്യ കമ്പനിയാണെങ്കിൽ പോലും അതിന് പ്രവർത്തിക്കാൻ പറ്റും. കാരണം താഴെയുള്ള മറ്റു ഉദ്യോഗസ്ഥ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അനുസരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഓഫീസിന്റെ പ്രവർത്തനം പിന്നെ എങ്ങനെ നടക്കും? ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങളൊന്നും തന്നെ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ട പോലീസും ജയിൽ വകുപ്പും ഒക്കെ അവര് ജനത്തിനെ പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക, നിരപരാധികളെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുക. എനിക്കൊന്ന് കേരള പോലീസിന് ഇപ്പൊ വേറെ സമയമൊന്നുമില്ല. അവരെ ഇപ്പൊ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ മാത്രമേ കേരള പോലീസിന് സമയമുള്ളൂ. അതെ, കേരള പോലീസ് എടുക്കുന്ന കേസുകളെല്ലാം എങ്ങനെയാണ്? ഈ മുഖ്യമന്ത്രിക്കെതിരെ വിമർശിച്ചവരെ, അവരെയൊക്കെ എന്തെങ്കിലും ഒരു പാട്ട് പാടിയാൽ, അവരുടെ പ്രസ്ഥാനത്തിനെതിരെ പാട്ട് പാടിയാൽ അവരെ അറസ്റ്റ് ചെയ്യുക. അങ്ങനെ നിരവധി കേസുകൾ, ഇത്തരം കള്ളക്കേസുകൾ ചാർജ് ചെയ്യുക, രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ കേസ് ചാർജ് ചെയ്യുക. അപ്പൊ പോലീസിനെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി, അല്ലെങ്കിൽ മർദ്ദക ഉപകരണമാക്കി മാറ്റിയെടുത്തു. അപ്പൊ ഇവരൊക്കെ ഈ സർ CP രാമസ്വാമി അയ്യരെ വിമർശിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു CP രാമസ്വാമി അയ്യർ ഇതുപോലെ കേരളത്തിന്റെ പണം കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിനെ വെട്ടിയവർ പോലും ആക്ഷേപിച്ചിട്ടില്ല. ആക്ഷേപം മുഴുവൻ വന്നിട്ടുള്ളത് അദ്ദേഹം സ്വതന്ത്ര തിരുവിതാംകൂർ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതൊന്നും പറയുന്നത് ശരിയല്ല. പക്ഷെ ഈ ഞാൻ പറയുന്നത് ഈ ജന്മിത്ത രാജവ്യവസ്ഥിതിയേക്കാൾ വളരെ മോശമായ ഒരു ഭരണ സംവിധാനമായിട്ട് കേരളം അധപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ ആൾക്കൂട്ട കൊലകൾ ഉൾപ്പെടെയുള്ളത് നടക്കുന്നത്.
ആൾക്കൂട്ട കൊല നടന്നിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഈ ജയിലിനുള്ളിലെ ഇതൊന്നും ഇങ്ങനെയൊന്നുമല്ല. ജയിലിനുള്ളിൽ വലിയ വർഗീയ തീവ്രവാദ സംഘടനകൾക്കും അവരുടേതായ ഗ്രൂപ്പുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ഗ്രൂപ്പുകളുണ്ട്. കൊട്ടേഷൻ ഗാങ്ങുകൾക്ക് അവരുടേതായ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ജയില് സർവ്വവിധ അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായിട്ട് ജയില് മാറുമ്പോൾ എങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് എന്നുള്ളതിന് പകരം പ്രിസൺസ് ആൻഡ് കറപ്ഷൻ സർവീസ് എന്നുള്ള രീതിയിലേക്ക് പേരൊന്ന് മാറ്റിയാൽ മതി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കണ്ടായല്ലോ, കേരളത്തിലെ സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കണ്ടായല്ലോ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരെ വളരെ മോശമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട്, സമൂഹ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സർക്കാരിന് ഉണ്ടാക്കിയിട്ടും സർക്കാർ ഒരു കാരണവശാലും ഇതിലൊന്നും അനങ്ങുന്നില്ല. കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുന്ന വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അവരിതൊന്നും കേട്ടതായിട്ടേ ഭാവിക്കുന്നു. അപ്പം ഇതിൽ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും ഇനി എവിടുന്നാണ് സുരക്ഷ? തീർച്ചയായിട്ടും സാധാരണക്കാരന് ഈ പോലീസ് സ്റ്റേഷനിലല്ലേ പോകേണ്ടത്? അതോ സാധാരണക്കാരൻ പോകുന്ന പോലീസ് സ്റ്റേഷനിൽ അവരെ പെണ്ണുങ്ങളെ തല്ലുക, സാധാരണ ഒരു പരാതിയുമായിട്ട് ചെല്ലുന്നവനെ മർദ്ദിക്കുക, പക്ഷെ കൊടും ക്രിമിനലുകൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുക, അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നതെങ്കിൽ സംസ്ഥാനത്തിന്റെ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കേന്ദ്ര സംവിധാനമോ ഇതിലേക്ക് തൽക്കാലം കൊണ്ടുവരിക, വീണ്ടും ഒരു കുറച്ചു നാളത്തേക്ക് ഈ സിസ്റ്റത്തിനെയൊക്കെ അഴിച്ചു പണിയുക, ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? കാരണം എന്റെ ചോദ്യം ഇതാണ്. കേരളത്തിലെ പല ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ ബൽറാം കുമാർ ഈ ലക്കി പ്രതിഷ്ഠ കേരളത്തിലുണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരു സമയത്ത് ബൽറാം കുമാർ ഉപാധ്യായയെ ട്രാൻസ്ഫർ ചെയ്തതായിട്ട് ആദ്യം വാർത്ത വന്നു. പിന്നീട് ആ ട്രാൻസ്ഫർ പിൻവലിച്ചതായിട്ട് വാർത്ത വന്നതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അത് മെയ്യിലാണോ ജൂണിലാണോ എന്ന് എനിക്കറിയാമേ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു അതിന്റെ കാരണം? ഇപ്പം ഇന്നലെ ചെയ്ത ട്രാൻസ്ഫർ ഇന്ന് മാറ്റണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അതോ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് കൊണ്ടാണോ? എന്തായാലും ശരി, പുറത്തു വരുന്ന കഥകൾ ഒരുപക്ഷെ പുറത്തു വരാത്ത കഥകളെക്കാൾ മയമുള്ളതായിരിക്കും. ഇനി വരാനിരിക്കുന്നത് എന്റെ പുറകെ വരാനിരിക്കുന്നതിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ സ്നാപക യോഗ്യനെ പോലെ ആയിരിക്കുക. കാരണം ഈ പുറകെ വരാനിരിക്കുന്ന കഥ കേട്ടാലേ നിങ്ങൾ ഇപ്പോഴേ ഞെട്ടണ്ട. നിങ്ങൾക്ക് ഞെട്ടാനുള്ള കഥ ഒരുപക്ഷെ ഇതിന്റെ പുറകെ ഉണ്ടാകും. ഇതിന്റെ പിറകെ വരുന്ന കഥകളായിരിക്കും ഈ പറയുന്ന വ്യക്തികളെ ഒക്കെ തന്നെ ലജ്ജിപ്പിക്കുന്ന അതിഭീകരമായ അഴിമതി കഥകൾ. അല്ലെങ്കിൽ മുകളിലിരിക്കുന്നവർക്ക് അവർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല, ബുദ്ധിശക്തിയില്ല, ധാർമ്മികമായിട്ടുള്ള അവർക്ക് അതിനൊരു അതോറിറ്റി ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളായി കൂടുതൽ പുറത്തു വരാനാണ് സാധ്യത. കാരണം ഇപ്പൊ അജയകുമാർ ഇത് പറയുമ്പോൾ, ഒരു മാധ്യമത്തോട് ഇത് പറയുമ്പം സ്വാഭാവികമായിട്ടും വിനോദ് കുമാർ, ഇപ്പം സസ്പെൻഷനിലുള്ള വിനോദ് കുമാറും ഇനിയും പ്രതികരിക്കും. ഇനി ബൽറാം കുമാർ ഉപാധ്യായയും മറ്റു രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ കൂടുതൽ വിഴുപ്പലക്കലുകൾ പൊതുജന മധ്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഈ നമ്മുടെ സംവിധാനത്തിന്റെ സിസ്റ്റത്തിന്റെ തകർച്ചയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം.